Hi all, welcome back. Today's topic investment styles. അപ്പോൾ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈൽസ്, അതുപോലെ ഏതൊക്കെ ടൈപ്സ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈൽസ് ഉള്ളതെന്ന് നോക്കാം. ഇഫ് എൻ ഇൻവെസ്റ്റർ ഹാസ് ഡിസൈഡഡ് ടു ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്സ്, ഹി ഹാസ് ടു ഡിസൈഡ് വിച്ച് സ്റ്റോക്സ് ഷുഡ് ഹി ബൈ. അപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റർ സംബന്ധിച്ച് അയാൾ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അയാൾ പിന്നീട് ഡിസൈഡ് ചെയ്യേണ്ടത് ഏതൊക്കെ സ്റ്റോക്സ് വാങ്ങിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എ സ്റ്റൈൽ ദാറ്റ് ഇനേബിൾ ഹിം ടു പിക്ക് ദ റൈറ്റ് സ്റ്റോക്ക് ഈസ് കോൾഡ് ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽസ്. അപ്പോൾ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന സ്റ്റൈൽ, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കറക്റ്റ് ആയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള സ്റ്റോക്കിനെ സെലക്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ ഒരു സ്റ്റൈലിനെയാണ് ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. സെക്യൂരിറ്റി അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, അതുപോലെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള സെക്യൂരിറ്റീസിനെ സെലക്ട് ചെയ്യാം. നോർമലി ട്രേഡേഴ്സാണ് ടെക്നിക്കൽ അനാലിസിസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അവർ സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നിക്കൽ അനാലിസിസ് ആണ് യൂസ് ചെയ്യുക. വൈൽ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ്, ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ എന്താണ്, കൂടുതലായിട്ടും ഫണ്ടമെൻ്റൽ അനാലിസിസിലൂടെ ആയിരിക്കും സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇൻ അഡീഷൻ ടു ദിസ് ദർ ആർ കോമ്പീറ്റിംഗ് അനാലിസിസ് സ്റ്റൈൽസ് സച്ച് ആസ് വാല്യൂ ഇൻവെസ്റ്റിംഗ് ആൻഡ് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ്. അപ്പോൾ ഈ ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസിനും അഡീഷനായിട്ട് നമുക്ക് കോമ്പീറ്റിംഗ് അനാലിസിങ് സ്റ്റൈൽസ് ഉണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള അനലൈസ് ചെയ്യാനുള്ള സ്റ്റൈൽസ് ഉണ്ട്. എന്താണ്, വാല്യൂ ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽസ്, അതുപോലെ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽസ് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കറക്റ്റ് സ്റ്റോക്കിനെ സെലക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഏതൊക്കെയാണ് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽസ്, അതുപോലെ തന്നെ വാല്യൂ ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽസ് ആണ് നെക്സ്റ്റ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് അപ്രോച്ച് ആണ്. അപ്പോൾ ഇൻവെസ്റ്റിംഗ് ഇൻ എ ഗ്രോത്ത് സ്റ്റോക്ക് ഈസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈൽ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ സ്റ്റോക്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്യുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്രോത്ത് സ്റ്റോക്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റൈലിനാണ് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് അപ്രോച്ച് അല്ലെങ്കിൽ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. വിച്ച് ഈസ് ബേസ്ഡ് ഓൺ കമ്പനീസ് ഫണ്ടമെൻ്റൽസ് സച്ച് ആസ് ഏർണിങ്സ്, ഡിവിഡൻഡ്, ക്യാഷ് ഫ്ലോസ് ആൻഡ് ബുക്ക് വാല്യൂ ഓഫ് ദി കമ്പനി. അപ്പോൾ നമ്മൾ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽ അപ്രോച്ചിൽ ഗ്രോത്ത് സ്റ്റോക്കിനെ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് നോക്കിയിട്ട്, ദാറ്റ് മീൻസ് എന്താ, കമ്പനിയുടെ ഏർണിങ്സ്, ഡിവിഡൻഡ്, ക്യാഷ് ഫ്ലോസ്, ബുക്ക് വാല്യൂ ഇതെല്ലാം നോക്കിയിട്ട് ഗ്രോത്ത് സ്റ്റോക്കാണെന്ന് നോക്കും. എന്നിട്ട് ഗ്രോത്ത് സ്റ്റോക്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. ഇറ്റ് ഈസ് ബി കൺസിഡേർഡ് ആസ് എ റാഷണൽ സ്റ്റൈൽ ഓൺ ബിഹാഫ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ റാഷണൽ ആയിട്ടുള്ളൊരു സ്റ്റൈലാണ് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഗ്രോത്ത് ഇൻവെസ്റ്റേഴ്സ് ലുക്ക് ഫോർ കമ്പനീസ് വിത്ത് റാപ്പിഡ്ലി ഗ്രോയിങ് ഏർണിങ്സ്. അപ്പോൾ അവർ കമ്പനീസിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കിയിട്ട് റാപ്പിഡ്ലി ഗ്രോ ചെയ്യുന്ന, മീൻസ് പെട്ടെന്ന് ഗ്രോ ചെയ്യുന്ന കമ്പനിയിലെ സ്റ്റോക്കിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. റാപ്പിഡ്ലി ഗ്രോ ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ അറ്റ് എ റേറ്റ് ഫാസ്റ്റർ ദാൻ ദാറ്റ് ഓഫ് ആവറേജ് കമ്പനി. അപ്പം ഇൻഡസ്ട്രിയിലുള്ള ആവറേജ് കമ്പനിയുടെ ഗ്രോത്തിനേക്കാൾ ഫാസ്റ്ററായിട്ട് ഗ്രോ ചെയ്യുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന കമ്പനിയിലെ സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. They are willing to pay a fairly high price for a stock whose earnings they expect to rise sharply. അപ്പോൾ നമ്മളൊന്ന് ഗ്രോത്ത് സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഗ്രോത്ത് സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ള കാര്യം അവർ ബോധർ ചെയ്യുന്നില്ല. അവർ ഹൈ പ്രൈസ് കൊടുത്തിട്ട് എന്ത് ചെയ്യും, ആ ഒരു ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യും. കാരണം എന്താണ്, അവർ ഫ്യൂച്ചറിൽ അത് ഷാർപ്പായിട്ട് റൈസ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. They are not particularly bothered whether a stock is cheap or expensive. അവരുടെ ഒരു മാറ്ററേ അല്ല ആ ഒരു സ്റ്റോക്ക് ചീപ്പാണോ എക്സ്പെൻസീവ് ആണോ എന്നുള്ളത്. അവർ ഗ്രോത്ത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുക. എ ഗ്രോത്ത് സ്റ്റോക്ക് ഹാസ് എ ഹൈ പി റേഷ്യോ ആൻഡ് ലോ ഡിവിഡൻഡ് yield. അപ്പോൾ ഇനി ഓർക്കുക, ഗ്രോത്ത് സ്റ്റോക്ക് അവർ സെലക്ട് ചെയ്യുന്ന ഗ്രോത്ത് സ്റ്റോക്കിന് ഹൈ പി റേഷ്യോ ആണ് ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ ലോ ഡിവിഡൻഡ് yield ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ എ ഗ്രോത്ത് സ്റ്റോക്ക് ഹാസ് എ high PE ratio and a low dividend yield and is a representative of a company with high earning growth rate. അപ്പോൾ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് ഹൈ ഏർണിംഗ് ഗ്രോത്ത് റേറ്റ് ഉള്ള സ്റ്റോക്ക് ആണെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള രണ്ട് പാരാമീറ്റേഴ്സാണ് ഹൈ പി ഇ റേഷ്യോ, അതുപോലെ തന്നെ ലോ ഡിവിഡൻഡ് yield എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ പി ഇ റേഷ്യോയും ലോ ഡിവിഡൻഡ് yieldഉം ഉള്ള സ്റ്റോക്കുകൾ ഗ്രോത്ത് സ്റ്റോക്ക് ആയിരിക്കും. സ്റ്റോക്സ് ആർ ചീപ്പ് when their price earning ratio or price book ratio are low. അപ്പോൾ സ്റ്റോക്സ് എപ്പോഴും ചീപ്പാവുന്നത് എപ്പോഴാണ്, അവരുടെ പ്രൈസ് ഏർണിംഗ് റേഷ്യോ അല്ലെങ്കിൽ പ്രൈസ് ബുക്ക് റേഷ്യോ ലോ ആവുന്ന സമയത്താണ്. അപ്പോൾ എക്സ്പെൻസീവ് ആവുന്നത് എപ്പോഴാണ്, പി ഇ ആൻഡ് പി ബി റേഷ്യോസ് ആർ ഹൈ ആവുന്ന സമയത്താണ് എന്ത് ചെയ്യുക, എക്സ്പെൻസീവ് ആയിട്ട് മാറുക. അപ്പം ഗ്രോത്ത് സ്റ്റോക്കിൻ്റെ കേസിൽ എന്തായിരിക്കും, പി ഇ റേഷ്യോ ഹൈ ആയിരിക്കും.
നെക്സ്റ്റ് ഗ്രോത്ത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള മേജർ റിസ്ക് ആണ് പറയുന്നത്. ദ മേജർ റിസ്ക് ഓഫ് ഗ്രോത്ത് സ്റ്റോക്ക് ഈസ് ദാറ്റ് ദെയർ പ്രൈസസ് ടു ബി ലാർജ് എക്സ്റ്റെൻറ്റ് ഡിപ്പെൻഡ് ഓൺ ദ ഗ്രോത്ത് എക്സ്പെക്റ്റേഷൻസ്. അപ്പം ഇൻവെസ്റ്റേഴ്സിൻ്റെ മൈൻഡിലുള്ള ആ ഒരു സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് എക്സ്പെക്റ്റേഷൻ അനുസരിച്ചായിരിക്കും ഈ ഒരു ഗ്രോത്ത് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഉണ്ടായിരിക്കുക. എനി ഡിസപ്പോയിൻമെൻറ്റ് ഇൻ ദോസ് ക്യാൻ ബ്രിങ് എ ഷാർപ്പ് സെൽ ഓഫ്. ഇനി ഇൻവെസ്റ്റേഴ്സിൻ്റെ മൈൻഡിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും രീതിയിലുള്ള ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, അവർ ഹോൾഡ് ചെയ്യുന്ന ഗ്രോത്ത് സ്റ്റോക്കിന് സെല്ല് ചെയ്യും. അങ്ങനെ സെല്ല് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് മാർക്കറ്റിൽ കുറയുകയും ചെയ്യും. Companies generally retain their earnings for further growth. Investors have little dividend yield. അപ്പോൾ കമ്പനീസ് നല്ല ഗ്രോത്ത് ഉള്ള കമ്പനീസ് ആണെങ്കിൽ അവരുടെ ഏർണിങ്സ് റീറ്റെയിൻ ചെയ്യുക. കാരണം അവർക്ക് ഫർദർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഈ ഏർണിങ്സ് യൂസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് അപ്രോച്ചിലുള്ള ഗ്രോത്ത് സ്റ്റോക്സിന് ലോ ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ എന്ന് പറയാം. ഇൻവെസ്റ്റേഴ്സിന് ലിറ്റിൽ ഡിവിഡൻഡേ കിട്ടുള്ളൂ. കാരണം ആ ഒരു കമ്പനി നല്ല ഗ്രോത്ത് ഉള്ള കമ്പനിയാണ്, അവർക്ക് അവരുടെ ഏർണിങ്സ് റീറ്റെയിൻ ചെയ്തിട്ട് അവർ ഗ്രോ ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രോത്ത് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ PB റേഷ്യോയും PE റേഷ്യോ ഹൈ ആയിരിക്കും, ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ ലോ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് PB റേഷ്യോ PE റേഷ്യോ എന്താണെന്നുള്ളതാണ്. അപ്പോൾ PB റേഷ്യോ എന്ന് പറയുന്ന സമയത്ത് ബുക്ക് വാല്യൂ, പ്രോഫിറ്റ് ടു ബുക്ക് വാല്യൂ റേഷ്യോ ആണ്. ഇവിടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? Book value is what would be left over for shareholders if the company were sold and all its loans were paid off. മീൻസ് കമ്പനി സെയിൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പനി എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എല്ലാ എക്സ്റ്റേണൽ ലയബിലിറ്റീസും പേ ഓഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ അസറ്റ്സിൽ എത്ര ഭാഗമാണ് ഷെയർ ഹോൾഡേഴ്സിന് ലെഫ്റ്റ് ചെയ്തിട്ടുള്ളത്, അതിനെയാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കമ്പനി സെയിൽ ചെയ്തതിന് ശേഷം എല്ലാ ലോൺസും എക്സ്റ്റേണൽ ലോൺസും കാര്യങ്ങളൊക്കെ പേ ചെയ്തതിന് ശേഷം ഷെയർ ഹോൾഡേഴ്സിന് ലെഫ്റ്റ് ചെയ്യുന്ന എത്ര വാല്യൂ ആണ് ഉള്ളത്, അതിനെയാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ബുക്ക് വാല്യൂ ഇസ് അക്കൗണ്ടിങ് വാല്യൂ ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ അക്കൗണ്ടിങ് വാല്യൂവിനെയാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഇനി PB റേഷ്യോ എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? PB ഈസ് കാൽക്കുലേറ്റഡ് ബൈ സബ്സ്ട്രാക്റ്റിംഗ് total liabilities from total assets and dividing the result by total number of shares. PB ratio നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യണം, എക്സ്റ്റേണൽ ലയബിലിറ്റീസ് പേ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ടോട്ടൽ അസറ്റ്സ് എടുക്കും, അതിനകത്ത് എന്ത് ചെയ്യും, ടോട്ടൽ ലയബിലിറ്റീസ് മൈനസ് ചെയ്യും. മൈനസ് ചെയ്താൽ കിട്ടുന്ന എന്തായിരിക്കും, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റി ആയിരിക്കും. അപ്പം ടോട്ടൽ അസറ്റ്സിൽ നിന്ന് ടോട്ടൽ ലയബിലിറ്റീസ് മൈനസ് ചെയ്തിട്ട് അതിനെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ചെയ്താൽ കിട്ടുന്ന റേഷ്യോ ആണ് PB റേഷ്യോ എന്ന് പറയുന്നത്. So a PB of ₹39 would indicate that each share owner would get this point if the company is liquidated. അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു എമൗണ്ട് കിട്ടുകയാണ്, ₹39 എന്നുള്ളൊരു എമൗണ്ടാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, കമ്പനി ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഓരോ ഷെയർ ഹോൾഡേഴ്സിനും ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്നതിന് പോലെ എന്ത് കിട്ടും, ₹39 കിട്ടും എന്നുള്ളതാണ്. ഇതിനെയാണ് PB എന്ന് പറയുന്നത്. അപ്പോൾ PB റേഷ്യോ ഹൈ ആണെങ്കിൽ എന്താണ്, സ്റ്റോക്ക് നല്ലതാണ്. കാരണം ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കിട്ടുന്നുണ്ട്, നല്ല വാല്യൂ കിട്ടുന്നുണ്ടെന്നാണ് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് PE റേഷ്യോ ആണ്. PE റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് EPS ആണ്, ഏർണിംഗ് പെർ ഷെയർ. അപ്പോൾ ഏർണിംഗ് പെർ ഷെയർ എങ്ങനെയാണ് അറൈവ് ചെയ്യുന്നത്, ബൈ ടേക്കിംഗ് ദ കമ്പനീസ് നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ഡിവൈഡിങ് ഇറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എടുക്കും, അതിനെ എന്ത് ചെയ്യും, ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഷെയറിൻ്റെ മുകളിൽ കിട്ടുന്ന ഏർണിങ്സ് എത്രയാണെന്നുള്ള കാര്യം കിട്ടും. പിന്നെ PE റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ് ഡിവൈഡഡ് ബൈ EPS ആണ്. ഒരു ഷെയറിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എടുക്കും, അതിനെ EPS വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് PE റേഷ്യോ എന്ന് പറയുന്നത്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന PE റേഷ്യോ ഹൈ ആണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, ദർ ഇസ് എ ഹൈ ഏർണിംഗ് ഗ്രോത്ത്. ആ ഒരു സ്റ്റോക്കിന് ഹൈ ഏർണിംഗ് ഗ്രോത്ത് ഉണ്ടാവുന്നതായിരിക്കും. ദെൻ PE റേഷ്യോയും PB റേഷ്യോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ലോ ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ ആണ്. PE റേഷ്യോയും PB റേഷ്യോയും ഹൈ ആയിരിക്കണം ഗ്രോത്ത് സ്റ്റോക്കിന്. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ ലോ ആയിരിക്കണം. കാരണം കമ്പനീസ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യേണ്ടി വരും. അങ്ങനെ റീറ്റെയിൻ ചെയ്തിട്ട് അത് ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതുകൊണ്ട് ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ബേസിൽ സ്റ്റോക്കിനെ സെലക്ട് ചെയ്യുന്നതിനെയാണ് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽസിൽ ഹൈ ഏർണിംഗ് ഗ്രോത്ത് ഉള്ള സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ എങ്ങനെ ആ ഒരു സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ആ ഒരു സ്റ്റോക്കിന് ഹൈ PE റേഷ്യോ, ഹൈ PB റേഷ്യോ, അതുപോലെ തന്നെ ലോ ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ ആയിരിക്കും. നെക്സ്റ്റ് വാല്യൂ ഇൻവെസ്റ്റിംഗ് അപ്രോച്ച് ആണ്. ഇപ്പോൾ വാല്യൂ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആരാണ്, ആർ ദോസ്
on the lookout for a stock that is being quoted below what the investors believe is its fair value or intrinsic worth. അപ്പോൾ ഇവിടെ വാല്യൂ ഇൻവെസ്റ്റേഴ്സ് ഓരോ സ്റ്റോക്കിനും ഒരു ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഇൻട്രൻസിക് വർത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവർ ബിലീവ് ചെയ്യുന്ന ഒരു ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഇൻട്രൻസിക് വർത്ത് ഉണ്ടായിരിക്കും. ആ ഒരു ഫെയർ വാല്യൂ ആയിട്ട് മാർക്കറ്റിൽ ഇപ്പോൾ കോട്ട് ചെയ്തിട്ടുള്ള പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മാർക്കറ്റിൽ കോട്ട് ചെയ്തിട്ടുള്ള പ്രൈസ് ഈ ഒരു ഇൻട്രൻസിക് വാല്യൂവിനേക്കാൾ കുറവാണെന്ന് തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യും, അവരതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള സ്റ്റൈലാണ് വാല്യൂ ഇൻവെസ്റ്റിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂ ഇൻവെസ്റ്റേഴ്സ് ആർ ദോസ് ഓൺ ലുക്ക് ഔട്ട് ഫോർ എ സ്റ്റോക്ക് ദാറ്റ് ഈസ് ബീയിങ് കോട്ടഡ് ബിലോ വാട്ട് ദ ഇൻവെസ്റ്റേഴ്സ് ബിലീവ് ഈസ് ഇറ്റ്സ് ഫെയർ വാല്യൂ. അപ്പോൾ ഈ വാല്യൂ ഇൻവെസ്റ്റേഴ്സ് നോക്കുന്ന ശേഷം ലുക്ക് ഔട്ട് ചെയ്യുന്ന ഷെയർസ് അല്ലെങ്കിൽ സ്റ്റോക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അവർ ബിലീവ് ചെയ്യുന്ന ഫെയർ വാല്യൂവിനേക്കാൾ താഴെയായിട്ട് മാർക്കറ്റിൽ കോട്ട് ചെയ്തിട്ടുള്ള പ്രൈസുള്ള സ്റ്റോക്സ് ആയിരിക്കും. He believes that there are stocks that the market has not yet discovered and hence they quote below their true worth. അപ്പോൾ അവർ ബിലീവ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്, മാർക്കറ്റ് ഇതുവരെ ഡിസ്കവർ ചെയ്യാത്ത ട്രൂ വേർത്തിൽ മാർക്കറ്റ് ഇതുവരെ കോട്ട് ചെയ്യാത്ത സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ള ബിലീഫാണ് വാല്യൂ ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടായിരിക്കാം. എ ഫണ്ട് ഈസ് റെഫേർഡ് ടു ആസ് എ വാല്യൂ സ്റ്റോക്ക് വെൻ ഇറ്റ് ഹാസ് എ ലോ PE റേഷ്യോ ആൻഡ് എ ഹൈ ഡിവിഡൻഡ് yield, implying that the stock is trading below its true value. അപ്പോൾ വാല്യൂ ഇൻവെസ്റ്റേഴ്സ് ഒരു സ്റ്റോക്കിനെ വാല്യൂ സ്റ്റോക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ആ ഒരു സ്റ്റോക്കിന് ലോ PE റേഷ്യോ ലോ ആയിരിക്കും, അതുപോലെ തന്നെ ഡിവിഡൻഡ് yield റേഷ്യോ ഹൈ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കിനെയാണ് അവർ വാല്യൂ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്സ് ആണ് മാർക്കറ്റിൽ ട്രൂ വാല്യൂവിനേക്കാൾ താഴെയായിട്ട് ട്രേഡ് ചെയ്യുന്നതെന്നാണ് വാല്യൂ ഇൻവെസ്റ്റേഴ്സ് പറയുന്നത്. അപ്പോൾ വാല്യൂ ഇൻവെസ്റ്റേഴ്സ് ലുക്ക് ഫോർ സ്റ്റോക്സ് ദാറ്റ് ആർ കറൻ്റ്ലി നോട്ട് മച്ച് ഡിമാൻഡ് ഇൻ ദി മാർക്കറ്റ്. അപ്പോൾ അവർ മാർക്കറ്റ് നേരെ ഓപ്പോസിറ്റ് സഞ്ചരിക്കുന്ന ആളുകളാണ്. മാർക്കറ്റിൽ ഇപ്പോൾ ഡിമാൻഡ് ഇല്ലാത്ത ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ദേ ആർ വില്ലിംഗ് ടു ഇൻവെസ്റ്റ് എഗെയിൻസ്റ്റ് എക്സിസ്റ്റിംഗ് മാർക്കറ്റ് ഒപ്പീനിയൻ. ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന മാർക്കറ്റിൻ്റെ ഒപ്പീനിയന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് വാല്യൂ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. These stocks are usually found in mature industries like steel, commodities, fast moving consumer goods and so on. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് വാല്യൂ സ്റ്റോക്സ് മെയിൻലി കാണുന്നത് മെച്യൂർ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ആണ്, ലൈക്ക് സ്റ്റീൽ ഇൻഡസ്ട്രി, കമ്മോഡിറ്റീസ് ഇൻഡസ്ട്രി, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിൻ്റെ. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലാണ് എന്ത് ചെയ്യുകയാണ് വാല്യൂ സ്റ്റോക്സ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ എക്സാമ്പിൾസ് പറയുന്നത് ടിസ്കോ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ്സാണ്, അതിന് സ്റ്റഡി ഗ്രോത്ത് ഉണ്ട്. അതുപോലെ തന്നെ നെസ്ലെ എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ്സാണ്, ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്, ബാൻഡ് ഇക്വിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനികളിലൊക്കെ ഷെയറിൻ്റെ പ്രൈസ് കുറവായിട്ട് കാണിക്കുകയാണെങ്കിൽ അതിനർത്ഥം അവർ ഗ്രോ ചെയ്യില്ല എന്നല്ല, മാർക്കറ്റ് അവരെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് വാല്യൂ ഇൻവെസ്റ്റിംഗ് അപ്രോച്ച് ഫോളോ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാല്യൂ ഇൻവെസ്റ്റിംഗ് അപ്രോച്ചിൽ 3 സബ് സ്റ്റൈൽസ് ഉണ്ട്, അതാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ലോ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ. നമ്മൾ പറഞ്ഞു വാല്യൂ സ്റ്റോക്കിന് ലോ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ ആണ് ഉണ്ടായിരിക്കുക. പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ എന്താണെന്ന് നമ്മൾ നേരത്തെ അപ്രോച്ചിൽ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് കോൺട്രേറിയൻ ഉണ്ട്, അതുപോലെ തന്നെ yield. ഈ 3 കാര്യങ്ങളാണ് സബ് സ്റ്റൈൽസ് ഇൻ വാല്യൂ കാറ്റഗറി എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ലോ PE റേഷ്യോ. അപ്പോൾ ലോ PE റേഷ്യോ നോക്കുന്ന മാനേജേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, കമ്പനീസ് ട്രേഡിംഗ് അറ്റ് ലോ പ്രൈസ്. ഇപ്പോൾ മാർക്കറ്റിൽ ലോ പ്രൈസിൽ ട്രേഡ് ചെയ്യുന്ന കമ്പനീസിനെയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. PE റേഷ്യോ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റൈല് കോൺട്രേറിയൻ ആണ്. അപ്പോൾ ദ കോൺട്രേറിയൻ മാനേജേഴ്സ് ലുക്ക് അറ്റ് ബുക്ക് വാല്യൂ ഓഫ് എ കമ്പനി ആൻഡ് ഫോക്കസ് ഓൺ ദോസ് കമ്പനീസ് ദാറ്റ് ആർ സെല്ലിംഗ് ലോ വാല്യുവേഷൻ റിലേറ്റീവ് ടു ബുക്ക് വാല്യൂ. അപ്പോൾ കോൺട്രേറിയൻ മാനേജേഴ്സ് നോക്കുന്നത് ബുക്ക് വാല്യൂ ആണ്, കമ്പനിയുടെ ബുക്ക് വാല്യൂ ആണ്. അവർ ഫോക്കസ് ചെയ്യുന്ന കമ്പനീസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, സെല്ലിംഗ് അറ്റ് ലോ വാല്യുവേഷൻ റിലേറ്റ് ടു ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂവിനേക്കാൾ ലോ ആയിട്ട് മാർക്കറ്റിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് വരുന്ന ഷെയർസിലായിരിക്കും അല്ലെങ്കിൽ സ്റ്റോക്സിലായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ കോൺട്രേറിയൻ മാനേജേഴ്സ് നോക്കുന്നത് ബുക്ക് വാല്യൂ ആണ്. ബുക്ക് വാല്യൂ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടിനെയാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ഒക്കെ പേ ചെയ്തതിന് ശേഷം അസറ്റ്സിൽ ബാക്കി വരുന്ന വാല്യൂ ആണ് ബുക്ക് വാല്യൂ. അപ്പോൾ ബുക്ക് വാല്യൂവിനേക്കാൾ കുറവായിട്ടാണ് മാർക്കറ്റിൽ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് ഇതിനെ ഡിസ്കവർ ചെയ്യാത്തത് കൊണ്ടാണെന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്യും, ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം കോൺട്രേറിയൻ മാനേജേഴ്സ് നോക്കുന്നത് എപ്പോഴും എന്തായിരിക്കും, ബുക്ക് വാല്യൂ ആയിരിക്കും. ബുക്ക് വാല്യൂ മാർക്കറ്റ് വാല്യൂ ആയിട്ടാണ് അവർ കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കുക.
The companies that fall into this category are typically depressed cyclical stocks or companies that have little or no current earnings or dividend yield. അപ്പോൾ ഇത്തരം കമ്പനീസ് ഈ ഒരു രീതിയിൽ മാർക്കറ്റിൽ ലോ പ്രൈസിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യേണ്ടി വരുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ചിലപ്പോൾ അവരുടെ സൈക്ലിക്കൽ ഡിപ്രഷൻ കൊണ്ടായിരിക്കും. അവർ ആ ഒരു ബിസിനസ് നിൽക്കുന്ന സൈക്ലിക്കൽ ആയിട്ടുള്ള പീരീഡ് ഡിപ്രസ്ഡ് ആയിട്ടുള്ള പീരീഡ് ആയതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്താണ്, കമ്പനിക്ക് ആ ഒരു കറണ്ട് പീരീഡിലോ അല്ലെങ്കിൽ ഡിവിഡൻഡ് ഈൽഡൊക്കെ വളരെ കുറവായതുകൊണ്ടായിരിക്കും. അപ്പോൾ കറണ്ട് ഏർണിങ്സ് ഇല്ലാത്തത് കൊണ്ടോ ഡിപ്രസ്ഡ് സൈക്ലിക്കൽ സ്റ്റോക്സ് ആയതുകൊണ്ടോ ആയിരിക്കാം എന്ത് ചെയ്യുന്നത്, ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ വാല്യൂ മാർക്കറ്റിൽ കുറവ് കാണിക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിൽ ലോ പ്രൈസിൽ അത് ട്രേഡ് ചെയ്യുന്നുണ്ടായിരിക്കുന്നത്. അവിടെ സൈക്ലിക്കൽ റീബൗണ്ട് വരും, സൈക്കിൾ റെഡി ആവും, അതുപോലെ തന്നെ കമ്പനി ഏൺ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സമയത്ത് എന്ത് ചെയ്യും, കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഹൈക്ക് ചെയ്യുമെന്നാണ് ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സബ് സ്റ്റൈൽ ഈൽഡാണ്. The most conservative value investors are those that look at companies with above average dividend yields that are expected to be capable of increasing or at least maintaining those yields. അപ്പോൾ ഈ ഒരു സബ് സ്റ്റൈലിൽ പറയുന്നതാണ് കൺസർവേറ്റീവ് വാല്യൂ ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഏതൊക്കെ കമ്പനീസിനാണ് എബവ് ആവറേജ് ഡിവിഡൻഡ് ഈൽഡ് ഉള്ളതെന്നാണ്. അപ്പോൾ ഒരു കമ്പനിക്ക് എബവ് ആവറേജ് ഡിവിഡൻഡ് ഈൽഡ് ഉണ്ടെങ്കിൽ അവർ ആ ഒരു ഈൽഡിനെ ഇൻക്രീസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. അതുപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ഈൽഡിനെ അറ്റ്ലീസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ട്രൈ ചെയ്യുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലാണ് കൺസർവേറ്റീവ് വാല്യൂ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. This style is followed by a manager who is referred to as a yield manager. ഈ രീതിയിൽ ഈ ഒരു സ്റ്റൈല് അഡോപ്റ്റ് ചെയ്യുന്ന മാനേജേഴ്സ് നമ്മൾ വിളിക്കുന്നത് yield managers ആണ്. അപ്പോൾ yield managers ഫോക്കസ് ചെയ്യുന്നത് ഡിവിഡൻഡ് ഈൽഡാണ്. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഹൈ ഡിവിഡൻഡ് ഈൽഡ് ഉണ്ടെങ്കിൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്, ഫ്യൂച്ചറിൽ ഇതേ ഡിവിഡൻഡ് ഈൽഡ് ഉണ്ടാവാനോ അല്ലെങ്കിൽ എന്താണ് ഇതിൽ കൂടുതൽ ഡിവിഡൻഡ് ഈൽഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യാനുള്ള ആ ഒരു ചാൻസിനെയാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈൽഡ് മാനേജേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻസ് മനസ്സിലായി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിവിഡൻഡ് ഈൽഡ് ഹൈ ആയിരിക്കണമെന്ന്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഡിവിഡൻഡ് ഈൽഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ പ്രൈസ് പെർ ഷെയർ ആണ് ഡിവിഡൻഡ് ഈൽഡ്. അപ്പോൾ ഡിവിഡൻഡ് ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യുക, നമ്മൾ ഡിവിഡൻഡ് പെർ ഷെയർ എടുക്കും, അതിനെ പ്രൈസ് പെർ ഷെയർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഷെയറിൻ്റെ പ്രൈസ് 36 ആണെന്ന് വിചാരിക്കുക. ആനുവൽ ഡിവിഡൻഡ് 0.88 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിവിഡൻഡ് ഈൽഡ് എന്തായിരിക്കും, ആനുവൽ ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ഷെയറിൻ്റെ പ്രൈസ് ആയിരിക്കും. അപ്പം 0.88 ഡിവൈഡഡ് ബൈ 36 2.44% എന്ന് കിട്ടും. അപ്പം ഡിവിഡൻഡ് ഈൽഡ് ഹൈ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈൽഡ് മാനേജേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രയാണ് വാല്യൂ ഇൻവെസ്റ്റിംഗ് അപ്രോച്ചിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് അപ്രോച്ചാണ് റിലേറ്റീവ് അപ്രോച്ച്. This approach is therefore a combination of growth and value investing styles. നമ്മൾ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽസ് എന്താണെന്ന് പറഞ്ഞു, വാല്യൂ ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽസ് എന്താണെന്ന് പറഞ്ഞു. അപ്പം ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽസിൻ്റെയും വാല്യൂ ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽസിൻ്റെയും കോമ്പിനേഷനാണ് റിലേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ദേ കമ്പയർ എ സ്റ്റോക്സ് പി റേഷ്യോ ടു ദോസ് ഓഫ് അതർ കമ്പനീസ് ഇൻ ദ സെയിം ഇൻഡസ്ട്രി ആൻഡ് ദേ എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ ഏർണിംഗ്സ് ഓർ ക്യാഷ് ഫ്ലോസ് ആൻഡ് കമ്പയർ ദാറ്റ് വിത്ത് അതർ കമ്പനീസ് ഇൻ ദി സെയിം ഇൻഡസ്ട്രി. അപ്പം റിലേറ്റീവ് അപ്രോച്ചിൽ ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്ന എന്താണ്, അവർ പി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് സെയിം ഇൻഡസ്ട്രിയിലുള്ള മറ്റുള്ള കമ്പനീസിൻ്റെ പി റേഷ്യോ ആയിട്ട് കമ്പയർ ചെയ്യും. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യും, ഫ്യൂച്ചർ ഏർണിങ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ക്യാഷ് ഫ്ലോനെ എസ്റ്റിമേറ്റ് ചെയ്യും. അതിനുശേഷം സെയിം ഇൻഡസ്ട്രിയിലുള്ള മറ്റുള്ള കമ്പനീസുമായിട്ട് എന്ത് ചെയ്യും, അതിനെ കമ്പയർ ചെയ്യും. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്തിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി അവർ ഇങ്ങനെ കമ്പയർ ചെയ്യാനുള്ള മെയിൻ എയിം എന്താണ്, ദേ ബിലീവ് ഇൻ ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റോക്സ് which they feels are undervalued compared to their peers in the industry. ഇപ്പോൾ റിലേറ്റീവ് അപ്രോച്ചിൽ ഇൻഡസ്ട്രിയിലുള്ള പിയർ കമ്പനീസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ഏത് കമ്പനിക്കാണോ ഉള്ളത് ആ സ്റ്റോക്കിലായിരിക്കും ഇത്തരം അപ്രോച്ചിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ദേ ബിലീവ് വിൽ ഗ്രോ ഫാസ്റ്റർ ദാൻ അതർ കമ്പനീസ് ഇൻ ദ ഇൻഡസ്ട്രി. അപ്പം മറ്റുള്ള കമ്പനീസുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പനിയിൽ ലോ പി റേഷ്യോ ആണ് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ കുറവാണെങ്കിൽ അത് പിന്നീട് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് ഗ്രോ ചെയ്തിട്ട് അവരുടെ അടുത്തെത്തും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് റിലേറ്റീവ് അപ്രോച്ചിൽ ഉണ്ടായിരിക്കാം. ഇറ്റ് ഈസ് ബെറ്റർ ഐഡിയ ദാൻ സ്റ്റിക്കിംഗ് ഓൺ വൺ മെത്തേഡ്. അപ്പോൾ നമ്മളൊരു വൺ മെത്തേഡിൽ സ്റ്റിക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് രണ്ട് മെത്തേഡിൻ്റെയും കോമ്പിനേഷൻ എടുക്കുന്ന സമയത്ത് എന്താണ്, അത് കുറച്ചുകൂടി ബെറ്റർ ഐഡിയ ആയിരിക്കും.
enable the investors to select a portfolio that could benefit through changing market and economic cycles and lessen the effect on market volatility. അപ്പം റിലേറ്റീവ് അപ്രോച്ച് യൂസ് ചെയ്യുന്നതിലൂടെ ഇൻവെസ്റ്റേഴ്സിന് ഒരു ബെറ്റർ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യാനും മാർക്കറ്റിലുണ്ടാകുന്ന ചേഞ്ച്, അതുപോലെ തന്നെ എക്കണോമിക് സൈക്കിൾസിലുണ്ടാകുന്ന മാറ്റം, അതുപോലെ മാർക്കറ്റ് വൊളാറ്റിലിറ്റി ഇതൊന്നും അധികം എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ആ ഒരു പോർട്ട്ഫോളിയോനെ കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ ഈ ഒരു അപ്രോച്ചാണ് റിലേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽസിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.